LPST റാങ്ക് ഹോൾഡേഴ്സിനെ ചർച്ചയ്ക്ക് ക്ഷണിച്ച് സർക്കാർ. സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തുന്ന സമരത്തിന്റെ 37-ാം ദിവസമാണ് സതീശൻ സർക്കാരിന് വെളിപാടുണ്ടായത്. വളർമതിയുടെ നിരാഹാര സമരം ഇന്ന് 13-ാം ദിവസമാണ്. പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീന്റെ ചേംബറിലാണ് രാവിലെ 10:30 ചർച്ച നടക്കുക. ഈ വിഷയത്തിൽ ജനം TV ലൈവ് തോണടക്കം വലിയ വാർത്താ പ്രാധാന്യം നൽകിയതിന് പിന്നാലെയാണ് സർക്കാർ ചർച്ചയ്ക്ക് വഴങ്ങിയത്. സമരപന്തലിൽ നിന്ന് ജ്യോതിഷ് ജനാർദ്ദനൻ ഒപ്പം ശരിയാണ്. ജ്യോതിഷ്, അതെ, അതോടൊപ്പം തന്നെ 37-ാമത്തെ ദിവസമാണ് സർക്കാരിന് ഒരു വെളിപാടുണ്ടായത് എന്നുള്ളത് നമ്മൾ ചേർത്ത് പറയണമല്ലേ? കാരണം വളർമതിയുടെയൊക്കെ നിരാഹാരം 13-ാമത്തെ ദിവസമായി. ശരിയാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പഠിച്ച് കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി പട്ടികയിൽ ഇടം പിടിച്ച് ജോലി സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ ജീവിതം സ്വപ്നം കാണുന്ന ഒരു തലമുറയെ തെരുവിൽ മുട്ടിലിഴയാൻ, മുടിമുറിക്കാൻ, മണ്ണുവാരി തിന്നാൻ നിർബന്ധിച്ച ഒരു സർക്കാർ ഇവർ ഭരണത്തിൽ വരും മുമ്പ് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയെന്ന് നമ്മൾ കണ്ടതാണ്. ഇത്തരം സമരങ്ങൾക്കൊപ്പം നിന്ന് നിരാഹാരം അനുഷ്ഠിച്ചെന്ന് കാണിച്ച് വലിയ ഉദ്യോഗാർത്ഥികൾക്കൊപ്പമാണെന്ന് വരുത്തിത്തീർത്തവർ ഭരണത്തിൽ വന്നപ്പോൾ കാട്ടിക്കൂട്ടുന്നത് മറ്റൊന്നാണ്. ഒടുവിൽ പൂർണ്ണമായും വഴങ്ങുന്നു സർക്കാർ. കൃഷ്ണരാജ്, രാഖി, അതുതന്നെയാണ്. ശക്തമായ സമരത്തിനൊടുവിലാണ് ഇപ്പോൾ സർക്കാർ ഈ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ഇന്ന് 10:30 പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ്റെ ചേംബറിലേക്ക് ഈ ഉദ്യോഗാർത്ഥികളെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്ന 3 പേരെയാണ് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. അതിൽ 3 പേരുടെയും പേരും അഡ്രസ്സും കാര്യങ്ങളും കൊടുക്കണമെന്നാണ് ആദ്യം ഇപ്പോൾ ഇവർക്ക് നൽകിയിരിക്കുന്ന കത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ് അടിയന്തരമായി പരിഹരിക്കേണ്ട കാര്യങ്ങളാണ് ചർച്ചയ്ക്ക് ചെയ്യാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഇത്രയും ദിവസം 2 മാസത്തെ സമയം വേണമെന്നാവശ്യപ്പെട്ടിരുന്ന സർക്കാർ ശക്തമായ സമരത്തിൻ്റെ LPST റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ശക്തമായ സമരത്തെ തുടർന്നാണ്, അതുപോലെ തന്നെ ജനം TV നടത്തിയ ലൈവത്തോണിൻ്റെയും കൂടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു ചർച്ചയുടെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ജനം TV ഇത് സംബന്ധിച്ച് തുടർച്ചയായി വാർത്തകൾ കൊടുത്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ലൈവത്തോൺ തന്നെ നടത്തിയിരുന്നു. അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒരു ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായിരിക്കുന്നത്. അപ്പോൾ പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ PS ആണ് ഇത് സംബന്ധിച്ചൊരു കത്ത് ഇപ്പോൾ LPST റാങ്ക് ഹോൾഡേഴ്സിന് നൽകിയിരിക്കുന്നത്. 10:30 ചർച്ച പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ്റെ ചേംബറിൽ ചർച്ചയുണ്ടാകും. അടിയന്തരമായി പരിഹരിക്കേണ്ട ആവശ്യങ്ങളായിരിക്കും ഇതിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇത്രയും ദിവസം ചർച്ചയ്ക്ക് പോലും തയ്യാറാകാത്ത സർക്കാരാണ് ഇപ്പോൾ ഈ ശക്തമായ സമരത്തെ തുടർന്ന് ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചിതി ഒരുക്കി LPST റാങ്ക് ഹോൾഡേഴ്സ് ചിതി ഒരുക്കി സമരം നടത്തി പുല്ല് കഴിക്കേണ്ട ഒരു സാഹചര്യം വന്നു, മണ്ണ് കഴിക്കേണ്ട ഒരു സാഹചര്യം വന്നു. എന്നിട്ട് പോലും സർക്കാർ തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. പിന്നാലെയാണ് ജനം TV ഒരു ലൈവത്തോൺ തന്നെ നടത്തിയത്. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് ഇപ്പോൾ സർക്കാർ വിളിച്ചിരിക്കുന്നത്. എന്താണേലും ഇന്നൊരു തീരുമാനമുണ്ടാകും, അല്ലെ അനുകൂലമായൊരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നാണ് LPST റാങ്ക് ഹോൾഡേഴ്സ് പ്രതീക്ഷിക്കുന്നത്. എന്നാലും 10:30 ഉദ്യോഗാർത്ഥികളെയാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ്റെ ചേംബറിലേക്ക് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. അതിൽ ഇപ്പോൾ കൃഷ്ണരാജ് പറഞ്ഞ പോലെ തന്നെ 37 ദിവസത്തെ സമരത്തിനും അതുപോലെ തന്നെ വളർമതിയുടെ 13 ദിവസത്തെ നിരാഹാര സമരത്തിനും ഒടുവിലാണ് സർക്കാർ കണ്ണു തുറന്നത്, അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് എങ്കിലും വിളിക്കാനുള്ള മനസ്സ് കാണിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അത്രത്തോളം ഒരു അമ്മയാണ്, അതുപോലെ തന്നെ ഒരു അധ്യാപികയാണ്, അങ്ങനെ ഒരാളെയാണ് 13 ദിവസം, അത് കൂടാതെ ഒരു വനിതയോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു സർക്കാരായിരുന്നു. എന്നിട്ട് പോലും കണ്ണിച്ചോര ഇല്ലാതെയാണ് ഇത്രയും ദിവസം 13 ദിവസത്തോളം വളർമതി ടീച്ചറെ നിരാഹാര സമരത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒടുവിൽ ഏതായാലും ഇന്നിപ്പോൾ 10:30 പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ്റെ ചേംബറിലേക്ക് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. കൃഷ്ണരാജ്, രാഖി. ശരി ജ്യോതിഷ്, എന്തായാലും ഒടുവിൽ സമരക്കാർക്ക് മുൻപിൽ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് കേട്ടോ. കാരണം സമരമിരിക്കുന്നവരെ സർക്കാർ മനസ്സിലാക്കുന്നുവെങ്കിൽ വലിയ സന്തോഷം. കാരണം പക്ഷേ സമയം ഒരുപാട് വൈകിപ്പോയി എന്നുള്ളത് കൂടി ഞാൻ ചേർത്ത് പറയാം. ഉറപ്പായും വൈകിപ്പോയി. 2 മാസം സമയമൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. എങ്കിലും ഇപ്പോൾ ഒടുവിൽ തിരിച്ചറിവുണ്ടാകുന്നുവെങ്കിൽ അത് നല്ല കാര്യം. അതെ.